മസാലയിൽ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കടക്കാം. ഒരു നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് ഉണ്ണികൃഷ്ണൻ കടക്കൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എവിടെ നിന്ന് വരുന്നു? ഞാൻ കടക്കൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഗാന രചയിതാവ് കൂടിയാണ്. 100-150ഓളം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്, പാരഡികൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും പുറം ലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല. പലരും പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. പാട്ടുകൾ ചെയ്യാൻ സഹായിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. അത് വെറും ഒരു വാഗ്ദാനമായി മാത്രം ചുരുങ്ങിപ്പോയി. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതിലൊന്നും തളർന്നില്ല. എനിക്ക് ഇതിനെ മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇവിടെ വരെ എത്തി. ഒന്ന് ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കീർത്തനമുണ്ട് ഗണപതിയുടെ. അപ്പോൾ ആ കീർത്തനം മധുബാലകൃഷ്ണൻ ചേട്ടൻ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഗണപതി ഭഗവാന്റെ ഒരു ഇതിൽ തന്നെ. വിനായകനാമം പാടുക മനസ്സേ, വിനായകനാമം പാടുക മനസ്സേ, വിനായകനാമം പാടുക മനസ്സേ, സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, മൂഷികവാഹനൻ ഗണപതിയേ, വിനായകനാമം പാടുക മനസ്സേ. മിമിക്രി മാത്രല്ല, നന്നായിട്ട് പാട്ടും പാടും കേട്ടോ അദ്ദേഹം. ഓക്കെ, അടുത്തത് ശ്രീ അനിൽ പനച്ചൂരാൻ. അദ്ദേഹത്തിന്റെ ചോര വീണ മണ്ണിൽ നിന്നുതിർന്നു വീണ പൂമരം, ചേതനയിൽ 100 പൂക്കളായി പൊഴിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. വെരി ഗുഡ്. അടുത്തത് കോട്ടയം പ്രദീപ് ചേട്ടന്റെ വോയിസ് ആണ്. കോട്ടയം പ്രദീപ്. എന്ത് പറ്റി? ഇന്ന് രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. എന്നോട് കൂടി പറയൂ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. എന്നോട് പറഞ്ഞില്ലെങ്കിലും വേണ്ട, എൻജോയ്. അടുത്തത് ബാബുരാജ് ചേട്ടന്റെ വോയിസ് ആണ്. മാഷ് കണക്കു മാഷെന്നെ പഠിപ്പിച്ച മാഷല്ലേ മാഷ് എനിക്കും കൂടെ ചേർത്തിട്ടൊരു ടിക്കറ്റ് എടുത്തേക്ക് മാഷ്. എടാ ഇവിടക്കമാണ്, എടാ നിന്നോടാണ് പറഞ്ഞത്, ഇവിടക്കമാണ്. അടുത്തത് ചെമ്പൻ വിനോദ്. ആശാൻ പറഞ്ഞ ഞാനവരെ കൊണ്ടുപോകും, പക്ഷേ എന്തേലും കുഴപ്പം കാണിച്ചാൽ ഞാനപ്പം പറഞ്ഞു വിടും. പിന്നെ ആശാൻ എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഇനി അടുത്ത സെലിബ്രിറ്റി. അടുത്തതായിട്ട് ഉദയഭാനു സാറിന്റെ വോയിസ്. അടുത്തായിട്ട് പിന്നെ മാർക്കോസ് ചേട്ടന്റെ വോയിസിലൊരു നാട്ടികളിൽ സുന്ദരി യമുന യമുന യമുന, നാട്ടികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി. സൂപ്പർ. ഇനിയും പാട്ട് തന്നെയാണോ? അടുത്തത് ക്യാപ്റ്റൻ രാജു. വടക്കം വീട്ടിൽ എത്താൻ തോന്നി, എവിടെ പോയി? വടക്കം വീട്ടിലേക്ക് പോലീസും കളക്ടറും MLA ഒക്കെ വന്നിട്ടും വടക്കം വീട്ടിൽ വടക്ക് തെക്ക് തണ്ടു നോക്കുന്ന താൻ തോന്നിക്ക് വരാൻ സമയമായില്ല. നീ ഒറ്റപ്പെടുത്തിയാ അവർ വളം വെച്ച് കൊടുക്കുന്നത്. അവനിക്ക് വന്നോട്ടെ, അവന് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. അടുത്തത് തിലകൻ സാറിന്റെ വോയിസ് ഒന്ന് ശ്രമിക്കുകയാണ്. തിലകൻ സാറിന്റെ അത് ലേലം സിനിമയിലെ വേറെ ഒരു പേര്
ഇപ്പച്ചൻ വെള്ളക്കൊടുത്ത് പോയിട്ടില്ല. പണ്ടും വരമ്പിട്ടാണല്ലോ എൻ്റെ അപ്പൻ. എല്ലാ അമ്മച്ചിയേക്കാരെ പിടിച്ചിറങ്ങിയ സാഹിബിനെ ഒരൊറ്റ വെട്ടിൽ കൊന്നിട്ട് അന്ന് എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ അന്ന് എനിക്ക് 9 വയസ്സ്. അന്ന് തീർന്ന പിതാവേ പള്ളിയോടും പട്ടക്കാരോടുമുള്ള എൻ്റെ ആദരവ്. എന്താ ഒരു എക്സ്പ്രഷൻ അതിന്റെ ഒപ്പം. അടുത്തത് അല്ല ഇനി എനിക്ക് ആരെങ്കിലും അമിതാഭ് ബച്ചൻ ഒരു മലയാളം പരസ്യം, അതിന്റെ മലയാളം വേർഷനാണ് പോളിയോക്കെതിരെയുള്ള. ഓക്കെ. നിങ്ങളുടെ കുട്ടികളെ പോളിയോയിൽ നിന്ന് രക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ കൊടുക്കൂ. അവരുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കൂ. ജാഹോ ഗ്രാഹക് ജാഹോ. കറക്റ്റ് ആയിരുന്നു അത്. അടുത്തതായിട്ട് നമ്മുടെ സലീം ഘോഷ്, വേദനായകം എന്ന ക്യാരക്ടർ ചെയ്ത സലീം ഘോഷ്, വേട്ടക്കാരൻ എന്ന തമിഴ് ചിത്രത്തിൽ. தம்பி வீரகுணா இவ வந்து ஒரு சீக்கிரம் அந்த சீக்கிரம் ஆரம்பிச்சிடும். இன்னைக்கு இங்க பார்க்குற ஒவ்வொரு பில்டிங் என்னுடையதான். எல்லாமே மிரட்டு வாங்கினதான். நான் தான் பட்ட வச்சேன். இன்னைக்கு ஒரு ஷாப்பிங் காம்ப்ளெக்ஸ் கட்டுவா. நாளைக்கு என்னை விட பெரியவன்னு சொல்வா. தம்பி நான் என்னை பற்றி கவலைப்பட மாட்டேன். நாளை பற்றி யோசிக்கிறேன். വെരി ഗുഡ്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു ഈ ഒരു വേദിയിൽ വന്നിട്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.